സർ, കോൺഗ്രസിനകത്തിരുന്നു കൊണ്ട് കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുകയാണ് ശശി തരൂർ എന്നാണ് കോൺഗ്രസ് തന്നെ പറയുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇങ്ങോട്ട് നമുക്കറിയാം, നിരന്തരം ശശി തരൂർ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. അത് തരൂരിന്റെ എന്തോ പ്രത്യേക താല്പര്യം കോൺഗ്രസിനകത്ത് നടപ്പിലാക്കാതെ പോയതുകൊണ്ടാണ് തരൂർ ഈ രീതിയിൽ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കുന്നതെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 1990-ൽ നടന്ന അദ്വാനിയുടെ രഥയാത്രയെ ന്യായീകരിച്ചും പ്രശംസിച്ചും തരൂർ രംഗത്തെത്തുന്നു. ജയസുരൻ സർ, ശശി തരൂർ എന്താണ് യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം? കോൺഗ്രസിനകത്ത് ഇത് സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? തരൂർ ഒരു വിശ്വപൗരൻ എന്ന ലേബലിൽ അറിയപ്പെടുന്നു. അദ്ദേഹം നിലവിൽ കളിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നമുക്ക് ഏത് ഗണത്തിൽ പെടും? ഞാനിവിടെ ശശി തരൂരിനെ മാത്രമല്ല കാണുന്നത്. ഇത് ശശി തരൂരിന്റെ ഒറ്റപ്പെട്ട ഒരു നീക്കമായി ഞാൻ കരുതുന്നുമില്ല. കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പരിണാമത്തിന് വേണ്ടി ഒരുങ്ങുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് ഇത് പറയുന്നത്, ഒരിക്കലും ഒരു BJP വക്താവ് എന്ന നിലയിൽ അല്ല. അതായത് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, 1969 ആ സമയത്ത് കോൺഗ്രസിനൊരു വലിയ പിളർപ്പ് ഉണ്ടായി. 69-ൽ കോൺഗ്രസിന്റെ പരമ്പരാഗതമായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടിയൊതുക്കിയിട്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുക്കുകയും അവിടെ കുടുംബാധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത കാലം മുതൽ ഇന്നുവരെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം നെഹ്റു കുടുംബത്തിന്റെ കീഴിൽ തന്നെ അടിയുറച്ചു നിന്നു. പക്ഷെ ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കോൺഗ്രസിനെ തുറിച്ചു നോക്കുകയാണ്. ഇപ്പോൾ ശശി തരൂരിനെതിരെ പ്രസ്താവന ഇറക്കിയ വേണുഗോപാലിനും അത് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നിർവാഹമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള കാലിബർ ഇല്ലാത്തത് കൊണ്ട് അവർ അതിൽ പൊരുത്തപ്പെട്ടു പോയേ പറ്റൂ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത് ചരിത്രപരമായിട്ടുള്ള വലിയ ഒരു വഴിത്തിരിവായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ശശി തരൂരിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ബദലാകാനുള്ള ഒരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു ബന്ധം സംസ്ഥാന തലങ്ങളിൽ ഇല്ല. വ്യക്തി എന്നുള്ള നിലയിൽ ശശി തരൂർ ഒറ്റപ്പെട്ട ഒരു വലിയ ഹിമാലയൻ തന്നെയാണ്. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ നയിക്കാനുള്ള സംഘടനാ പാടവം, ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഇതൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമായ ഒരു പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഒരു സംഭവ്യമായ മറ്റൊരു കാര്യം ഞാൻ പറയാം. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ രണ്ടുപേർ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന രണ്ടുപേരോടൊപ്പം ശശി തരൂര് കോൺഗ്രസ് വിട്ട് പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ശരത് പവാർ എന്നുള്ള വ്യക്തി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിക്കൊണ്ട് ശശി തരൂരിനെയും മമതാ ബാനർജിയെയും വർക്കിംഗ് പ്രസിഡന്റുമാരാക്കിക്കൊണ്ട് ഇന്ത്യയുടെ 3 ഭാഗങ്ങളിൽ നിന്ന്, അതായത് തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും എന്ന് പറയുമ്പോൾ അവിടെ വടക്ക് മാത്രമാണ് ഇപ്പൊ ഇല്ലാതുള്ളത്. വടക്ക് ഒഴിച്ചു നിർത്തിയാൽ, അത് മൊത്തമായി BJPക്ക് കൊടുത്താൽ തെക്കേ അറ്റത്ത് ശശി തരൂരും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ശരത് പവാറും കിഴക്ക് ഭാഗത്ത് മമതാ ബാനർജിയും, അങ്ങനെ 3 പേര് ത്രിമൂർത്തികൾ എന്നുള്ള നിലയിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ശരത് പവാറിന് കൊടുക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് വേറെ ഒരു പണിയില്ല. അപ്പോൾ മഹാരാഷ്ട്രയില് വേറെ കാര്യങ്ങളൊക്കെ നോക്കാനൊന്നും തിരക്കുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രായാധിക്യവും പരിചയസമ്പന്നതയും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രസിഡന്റ് ആയിട്ട് അവരോധിക്കാം. ഇപ്പൊ മല്ലികാർജുന ഖാർഗെ ഇരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, അല്പം കൂടി ആക്റ്റീവായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു സ്വീകാര്യതയുമുണ്ട്. മറുവശത്ത് തെക്കേ അറ്റത്ത് വരുമ്പോൾ ദക്ഷിണേന്ത്യയുടെ മനോഭാവത്തെ സ്വന്തമാക്കാൻ, കോൺഗ്രസ് അനുകൂല മനോഭാവത്തെ സ്വന്തമാക്കാൻ ശശി തരൂരിന് സാധിക്കും. കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ മമതാ ബാനർജി ഒരിക്കലും ഒരു പ്രസിഡന്റ് ആകാൻ, അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാനുള്ള സമയമില്ല. കാരണം സ്വന്തം പാർട്ടി തകർച്ചയുടെ വക്കിലാണ്. പശ്ചിമ ബംഗാളില് ഇലക്ഷൻ വരികയാണ്. പശ്ചിമ ബംഗാൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അവരുടെ അഡ്രസ് പോകും. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് അവരുടെ അധികാരം നിലനിർത്തുക എന്നുള്ളതായിരിക്കും. സെക്കൻഡ് പ്രയോറിറ്റിയിൽ അവരും ഈ പുതിയ പാർട്ടിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശരത് പവാർ പ്രസിഡന്റ്, മമതാ ബാനർജിയും ശശി തരൂരും വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന നിലയിൽ വരുമ്പോൾ ഇവരോടൊപ്പം ചേരാൻ ജനറൽ സെക്രട്ടറിമാരായി കടന്നു വരാൻ കേരളത്തിൽ നിന്ന് ചിലപ്പോൾ കെ കരുണാകരന്റെ മകൻ മുരളീധരൻ അല്ലെങ്കിൽ സുധാകരൻ, ഇങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് വന്നുകൂടായികയില്ല. അതുപോലെ തന്നെ വടക്ക് നിന്ന് അസംതൃപ്തരായി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ഇപ്പോ ഗുലാം നബി ആസാദ് കാശ്മീർ,
അതുകൊണ്ട് ഗുലാം നബി ആസാദിനെയും കൂടി എടുത്തുകൂടായികയില്ല. ഒരുപക്ഷെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും എടുത്തുകൂടായികയില്ല, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഗുലാം നബി ആസാദിനെ എടുത്തുകൂടായികയില്ല. അപ്പൊ വടക്കിന്റെ പ്രാതിനിധ്യമായി, മുസ്ലിം പ്രാതിനിധ്യമായി. ഈ തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും അന്വേഷിച്ചാൽ ഇഷ്ടംപോലെ ജനറൽ സെക്രട്ടറിമാരെ പിന്നെ കിട്ടാനുമുണ്ട്. അപ്പോൾ കോൺഗ്രസിലെ അസംതൃപ്ത നേതൃത്വത്തെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധി നെഹ്റു കുടുംബം എന്നവർ അവകാശപ്പെടുന്ന ആ സംവിധാനത്തിന്, അതായത് കുടുംബാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ നീക്കങ്ങൾ പോലും ഒരുപക്ഷെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ നീക്കമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം രഹസ്യയാത്രയിലൂടെ വിദേശത്ത് കൊണ്ടുപോയി എത്രമാത്രം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, എത്രമാത്രം ട്രെയിനിങ് കൊടുത്തിട്ടും ജോർജ് സോറോസിന്റെ മാനസപുത്രനായിട്ടുള്ള രാഹുൽ ഗാന്ധി പച്ച പിടിക്കുന്നില്ല ഇന്ത്യയിൽ. BJPയുടെ അടുത്ത് ഒരു നമ്പരും ചെലവാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇനി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വെച്ച് കളിച്ച് കയ്യിലുള്ള കാശ് വെറുതെ കളയണ്ടല്ലോ എന്ന് ജോർജ് സോറോസും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു നീക്കത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിന്തുണയും കൂടി ഉണ്ടായാൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അടുത്ത ഏറ്റവും വലിയ ആയുധമായിരിക്കാം ശശി തരൂരും മമതാ ബാനർജിയും ഗുലാം നബി ആസാദും അല്ലെങ്കിൽ ശരത് പവാറും ഇവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന പുതിയ മുന്നണി. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഘടന മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയല്ലേ ശശി തരൂരിന്റെ മനംമാറ്റം എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ അതോടൊപ്പം ഒരു മൃദു ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുക, ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടിൽ നിന്നും മാറുക, അതാണ് ശശി തരൂരിന്റെ വാക്കുകളിൽ അദ്വാനിക്ക് അനുകൂലമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അതായത് ഹിന്ദുത്വത്തെ പാടെ തള്ളിക്കളഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നശിച്ചു പോകാൻ കാരണമെന്ന് മനസ്സിലായി. ജനതാദളും അതുപോലെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികളും ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിന് എതിരായിട്ട് നിന്നതുകൊണ്ട് അവർക്ക് ക്ലച്ച് പിടിക്കാനും പച്ച പിടിക്കാനും കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ശിവസേന ഉണ്ടാക്കിയ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഒരു മൃദു ഹിന്ദുത്വമോ അല്ലെങ്കിൽ BJPയേക്കാൾ കടുത്ത ഹിന്ദുത്വമോ ദേശീയതയോ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവരൊരു മുന്നേറ്റം നടത്തിക്കൂടായില്ല. അപ്പോൾ അതിനുള്ള ദേശീയ സാധ്യതയും അന്തർദേശീയമായിട്ടുള്ള അവരുടെ സപ്പോർട്ടും ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനങ്ങളും ജോർജ് സോറോസിന്റെ പുതിയ നമ്പറുകളും എല്ലാം ശശി തരൂരിന്റെ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. ഞാനിങ്ങനെ സംശയിക്കാനൊരു കാരണം, ഈ ശശി തരൂര് ഒരു വിശ്വപൗരനാണെന്ന് പറയുമല്ലോ. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങളുമായിട്ടുണ്ടാക്കിയ ബന്ധങ്ങൾ, ലോകരാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നിലനിൽക്കുന്ന ബന്ധങ്ങളൊക്കെ തന്നെ ഇത്തരമൊരു നീക്കത്തിന് പിന്തുണ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയാണേലും ഇന്ത്യയിലെ മീഡിയ ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതും സംശയാസ്പദം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു പരിവർത്തനത്തിന്റെ ചെറിയ ഒരു ഇലയനക്കമല്ലേ ശശി തരൂരിന്റെ ഇത്തരം പ്രസ്താവനകളെന്നും എനിക്ക് സംശയമുണ്ട്.